പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് വിചിന്തനം ചെയ്യുന്ന തിരുവചനം എഫേസോസ് 2:8 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. യേശുവിലുള്ള വിശ്വാസം വഴിയാണ് നാം ഓരോരുത്തരും രക്ഷപ്പെടുന്നത്. അത് നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ നേട്ടമോ അല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. എന്തായിരുന്നു ദൈവത്തിൻ്റെ ദാനം? സ്വപുത്രനെ നമുക്കായി ദൈവം നൽകിയതാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ദാനം. ദൈവം നമ്മെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. യോഹന്നാൻ 3:16 തിരുവചനം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. റോമ 8:32 പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ എന്ന്. റോമ 5:8 തിരുവചനം പറയുന്നു, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ഈ വിശ്വാസ സത്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. അത് നാം വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് അതനുസരിച്ച് നാം ജീവിക്കുമ്പോഴാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് പ്രകാശം ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയണം. പരിശുദ്ധാത്മാവാണ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്നത്. യേശുവിലുള്ള വിശ്വാസമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. നമ്മുടെ വിശ്വാസം എന്താണ്? യേശു എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി ഭൂമിയിലേക്ക് വന്നു. എൻ്റെ പാപഭാരമെല്ലാം ഏറ്റെടുത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ ജീവൻ എനിക്കായി ബലിയർപ്പിച്ചു. ഇത് വിശ്വസിക്കുന്ന ഒരു വ്യക്തി യേശുവിനെ കൂടുതലായി സ്നേഹിക്കും. തിരുവചനം പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും എന്ന്. നാം യേശുവിൻ്റെ തിരുവചനങ്ങൾ പാലിക്കുമ്പോൾ പിതാവ് നമ്മെ സ്നേഹിക്കും. യേശുവും പിതാവും പരിശുദ്ധാത്മാവും നമ്മിൽ വന്ന് വസിക്കുകയും ചെയ്യും. അപ്പോഴാണ് ഒരു പുതിയ സൃഷ്ടിയായി നാം മാറുന്നത്. പുത്രനിൽ വിശ്വസിച്ച് ജീവിക്കുന്നവന് നീതീകരണം ലഭിക്കും. നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്നത് സാത്താനാണ്. യോഹന്നാൻ 10:10 തിരുവചനം പറയുന്നുണ്ട്, യേശു വ്യക്തമാക്കുകയാണ്, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. സാത്താൻ നമ്മുടെ ആത്മാവിനെ മോഷ്ടിക്കാനും നശിപ്പിക്കുവാനുമാണ് വരുന്നത്. നമ്മുടെ സന്തോഷവും സമാധാനവും ദൈവവുമായുള്ള ഐക്യവും വേർപെടുത്തുന്നു. അങ്ങനെ പ്രത്യാശ നമുക്കില്ലാതെ നിരാശയിൽ തള്ളിവിടുകയാണ് സാത്താൻ ചെയ്യുന്നത്. അത് നമ്മുടെ നാശത്തിന്, ആത്മനാശത്തിന് കാരണമായി തീരും. നമ്മുടെ ഈ അവസ്ഥയിൽ നിന്ന് നമ്മെ രക്ഷിക്കാനായിട്ട് സാത്താൻ്റെ പ്രലോഭനങ്ങളെ അല്ലെങ്കിൽ അവൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് യേശുനാഥൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം ദൈവം നൽകിയിരിക്കുന്ന ആ ഒരു വലിയ കൃപയാണ്. ആ വിശ്വാസത്തിലൂടെയാണ് നാം രക്ഷിക്കപ്പെടുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.